എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹിന്ദിയുടെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ ഹിന്ദി പഠിപ്പിക്കുന്നവരെ കുറച്ച് ഞാൻ ഒരു 20 ടോപ്പിക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 20 ടോപ്പിക്കിലെ ഓരോ ടോപ്പിക്ക് വൺ ബൈ ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിൽ ഒന്നാമത്തെ ടോപ്പിക് ഏതാണ്? വിശേഷൺ ശബ്ദമാണ് അല്ലേ. അപ്പോൾ വിശേഷ ശബ്ദം എന്താണെന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇത് എന്താണെന്ന് നോക്കി നോക്കാം. എന്താണ്? വിശേഷതയെ സൂചിപ്പിക്കുന്ന പദത്തെയാണ് വിശേഷണ പദം എന്ന് പറയുന്നു. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ. ഒരു വിശേഷണം അല്ലെങ്കിൽ ഒരു വിശേഷത എന്താണ് പറയുന്നത്? അതായത് ഒരു വിശേഷത അവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് ഒരു കുട്ടി എന്നുള്ളതിനെ നല്ലത് എന്നുള്ള വിശേഷിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു വിശേഷതയാണ് എന്ത് പറയുന്നത്? വിശേഷൺ ശബ്ദം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താ പറയുന്നത്? വിശേഷണങ്ങൾ അവ വിശേഷിപ്പിക്കുന്ന നാമങ്ങളുടെ ലിംഗ വചനങ്ങളെ അനുസരിച്ചിരിക്കും. ഓക്കെ, ഇതൊന്നുമില്ല, ജസ്റ്റ് സ്ത്രീലിംഗം പുല്ലിംഗം വരുമ്പോൾ ഉണ്ടാവുന്ന വിശേഷണ മാറ്റം വരുന്നതാണ്. അതിന് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പറയാം, ലഡുക്ക എന്ന് പറയുന്നത് എന്താണ്? പുല്ലിംഗവും ലടുക്കി എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീലിംഗവുമാണ് അല്ലെ. അപ്പം നമ്മുടെ വിശേഷണ ശബ്ദത്തിന് എന്ത് വ്യത്യാസം വന്നു? ഇവിടെ അച്ഛ എന്നുള്ളത് എന്തായി? അച്ചി. ഓക്കെ, ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട. നിങ്ങൾ എത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എന്ത്? വിശേഷൺ പദം എന്ന് പറഞ്ഞാൽ, വിശേഷൺ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്ന പദത്തെയാണ് എന്ത് പറയാ? വിശേഷൺ ശബ്ദം. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാന്ന് വെച്ചാല്, ഒരു മെത്തേഡാണ്. ഇങ്ങനെ ഒരു വേർഡ് തന്നിട്ട് എന്ത് വിശേഷൺ ശബ്ദം കണ്ടുപിടിക്കാൻ പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു വേർഡ് തരാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഫസ്റ്റത്തെ വേർഡ് ആയിരിക്കും എന്ത്? വിശേഷൺ ശബ്ദം അല്ലെ. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? അച്ഛ ലടുക്ക, ആൺകുട്ടി എന്ന് പറയുന്നത് നല്ല ആൺകുട്ടി. ഇവിടെ ലടുക്കി പെൺകുട്ടി എന്താണ്? നല്ല പെൺകുട്ടി. അച്ചി ലടുക്കി. ഇവിടെ എന്താണ്? ഫൂൽ എന്ന നാമത്തെ എങ്ങനെ പറഞ്ഞിട്ടാണ് വിശേഷിപ്പിക്കുന്നത്? പീല ഫൂൽ. പീല ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞ പൂവ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു തരത്തിൽ വിശേഷ ശബ്ദം ചോദിച്ചു വരാറ്. പിന്നെ ഈ ഒരു വർഷമായിട്ട് പുതിയൊരു വിശേഷ ശബ്ദം ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ രീതി എന്താ പറഞ്ഞത്? നമ്മള് ഒരു വേർഡ് തന്നാല് അതിന്റെ ആദ്യത്തെ വേർഡാണ് എന്ത്? വിശേഷൺ ശബ്ദം. ഇതെല്ലാവർക്കും എളുപ്പമുള്ള രീതിയാണ്. പക്ഷെ ഈ വർഷം മുതൽ ചോദിച്ചു കാണാനുള്ള ഒരു വേറെ രീതിയാണ് എന്ത്? 4 വേർഡ് തന്നിട്ട് അതിലെ വിശേഷൺ ശബ്ദം ഏതാണെന്ന്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും കവിതയുടെ ഭാഗത്തു നിന്നായിരിക്കും ഈ ചോദ്യം ഉണ്ടാവുക. അപ്പൊ ചോദ്യം വരുമ്പോ എന്ത് ചെയ്യുക? 4 ഓപ്ഷൻ വായിച്ചു നോക്കാം. അതിന്റെ അർത്ഥങ്ങളും വായിച്ചു നോക്കാം. അതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതെന്താണ്? വിശേഷൺ ശബ്ദമല്ല. ഇപ്പൊ ഇവിടെ നോക്കി കിതാബ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ഓപ്ഷൻ. കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തകമാണ്. പുസ്തകം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിശേഷിപ്പിക്കുമോ? ഇല്ല. ഓക്കെ, കലം രണ്ടാമത്തെ ഓപ്ഷൻ. കലം എന്ന് പറഞ്ഞാൽ എന്താണ്? പേന എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വിശേഷിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. സ്കൂൾ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വിശേഷിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. സുന്ദർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറെ വിശേഷിപ്പിക്കാൻ പറ്റും അല്ലേ. സുന്ദരമായ ബോർഡ്, സുന്ദരമായ പൂവ്, സുന്ദരമായ കുട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിശേഷിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ അർത്ഥങ്ങൾ അറിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് വിശേഷൺ ശബ്ദം കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഈ 2 രീതിയാണ് വിശേഷൺ ശബ്ദത്തിന്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതികൾ. ഇനി സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കിയാൽ തുടർച്ചയായിട്ട് കാണുന്ന കുറച്ച് വിശേഷൺ ശബ്ദം കാണിക്കും. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് പോസ് ചെയ്ത് നോക്കാം. അപ്പൊ ആ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ സ്മൈൽ എന്ന ഹിന്ദി നോട്ട്സ് സ്റ്റഡി മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ വിശേഷ ശബ്ദത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം കുറച്ച് വിശേഷ ശബ്ദം കൊടുത്തിട്ടുണ്ടാവും. അതിലെ ആദ്യത്തെ വേർഡാണ് എന്ത്? വിശേഷൺ ശബ്ദം. ഓക്കെ, ആ കൊടുത്തിരിക്കുന്നത് പതിവായി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന വിശേഷ ശബ്ദമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു. ഇവിടെ കൊടുത്തിട്ടുള്ളത് 10ാം ക്ലാസ്സുകാരുടെ കുറച്ച് വിശേഷൺ ശബ്ദങ്ങളാണ്.